എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് ഇറാനികൾ സ്വന്തം രാജ്യത്ത് ബോംബുകൾ വന്ന് വീഴുമ്പോൾ ആഹ്ലാദിക്കുന്നത്? ഇസ്രായേൽ അയക്കുന്ന ബോംബുകൾ അല്ലെങ്കിൽ അമേരിക്ക അയക്കുന്ന ബോംബുകൾ അത് ഇസ്ലാമിസ്റ്റുകളുടെ മേത്ത് മാത്രമല്ല വന്ന് വീഴുന്നത്, ഇവരുടെ മേലും വീഴുന്നു, ഇവരുടെ കുട്ടികളെ മേൽ വീഴുന്നു, അല്ലെങ്കിൽ അവരുടെ വീടുകളുടെ മേൽ വീഴുന്നു. എന്നിട്ടും ഇവർ ആഹ്ലാദിക്കുന്നു, അവർ നൃത്തം ചെയ്യുന്നു. അതിൻ്റെ വീഡിയോകളിൽ ലോകത്ത് കണ്ടപ്പോൾ ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഒരു ചോദ്യം പൊന്തി വന്നു. എന്തുകൊണ്ടാണ് ഇറാനികൾ സ്വന്തം രാജ്യത്ത് ബോംബ് വീഴുമ്പോൾ ആഘോഷിക്കുന്നത്? ഇതൊരു വിചിത്രമായ മാനസികാവസ്ഥയാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് ഈ ഒരു മനോഘടന കാണിക്കുന്നതെങ്കിൽ അയാൾക്ക് ഭ്രാന്താണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം മനുഷ്യരും ബോംബ് വന്ന് വീണോട്ടെ, കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു നാട്. ഈ മനോഭാവത്തെ നമുക്ക് വിശദീകരിക്കുന്നതിന് നമ്മൾ സാധാരണക്കാർക്ക് പറ്റില്ല. അതിന് കഴിവ് ഉള്ളവരാണ് ഈ ട്രോമ സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മുടെ സിനിമയിലൊക്കെ പൈപ്പും കടിച്ചു പിടിച്ച് ചില മനോരോഗ വിദഗ്ധരെ കാണാറില്ലേ, അതുപോലത്തെ ഒരു ടീം ആണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മതി. അവരെ പോലെ പഠിപ്പുള്ളവർക്കാണ് ഇത് വിശദീകരിക്കാൻ കഴിയുക. അവർ പറയുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ പതിറ്റാണ്ടുകളായുള്ള അടിച്ചമർത്തലിൻ്റെ ഫലമാണ് ഈ മനോഘടന എന്നാണ്. അടി കൊണ്ടുകൊണ്ട് വെടികൊണ്ട് മരിച്ചവരെ കണ്ട് അങ്ങനെ വയലൻസിനെ കുറിച്ചുള്ള ഇറാനികളുടെ മനോഭാവം തന്നെ മാറിപ്പോയി എന്നാണ് അവർ പറയുന്നത്. ഒരു മിസൈൽ വന്ന് പതിച്ചപ്പോൾ സ്വന്തം കുട്ടികളടക്കം 10 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാൽ ഒരു ഇറാൻകാരൻ ഇപ്പോൾ കരുതുന്നത് ഇതൊക്കെ എത്ര ഞങ്ങൾ കണ്ടതാണ് എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ നിന്ന് പാഞ്ഞു വരുന്ന ബോംബുകളെല്ലാവർക്കും ഭീഷണി, മറിച്ച് അവിടുത്തെ ഇസ്ലാമിസ്റ്റ് ഭരണകൂടമാണ്. ആ ഇസ്ലാമിസ്റ്റ് റെജിം സ്വന്തം കുട്ടികളെ കൊന്നു തള്ളുന്നത് അവർ ഒരുപാട് കണ്ടതാണ്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. ഖൊമേനിയും കൂട്ടരും ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, 47 കൊല്ലമായി തുടങ്ങിയിട്ട്, 79 തുടങ്ങിയതാണ്. അവർ ആദ്യ നാളുകളിൽ തന്നെ ഇത്തരം പരിപാടികൾ, കലാപരിപാടികൾ തുടങ്ങി വെച്ചു. ഇറാഖുമായി യുദ്ധം 1980 തന്നെ തുടങ്ങി. 10 വർഷം നീണ്ടു നിന്ന ഒരു മഹായുദ്ധമാണത്. ആ യുദ്ധത്തിൽ ഇറാഖുകൾ പിൻവാങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ചെയ്തിരുന്ന ഒരു അടവ് മൈനുകൾ കുഴിച്ചിടുക എന്നുള്ളതാണ്. ശത്രു വരുമ്പോൾ പൊട്ടിത്തെറിച്ച് മരിക്കണം, അത്രയ്ക്കേ അവർക്കുള്ളൂ. പട്ടാളക്കാർ, ഇസ്ലാമിസ്റ്റ് പട്ടാളക്കാർ അതിൽ നടന്നാൽ മരിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് അങ്ങനെ സ്വന്തം ജീവൻ കളയാൻ ഇഷ്ടമില്ല. അവർ ചെയ്തത് ഒരു ഭയങ്കര, നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ക്രൂരമായൊരു പ്രവൃത്തിയാണ്. അവരതിന് കുട്ടികളെ ഉപയോഗിച്ചു. മദ്രസകളിൽ വരുന്ന കുട്ടികളെ അവർ ഇൻഡോക്ട്രിനേഷൻ ചെയ്തു, ഷഹീദാവാൻ ഉപദേശിച്ചു, മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്വർഗത്തെപ്പറ്റി അവർ ഉത്ബോധിപ്പിച്ചു, കൊതിപ്പിച്ചു. മരിച്ചാൽ അള്ളാഹുവിനെ നേരിട്ട് കാണാമെന്ന് ആ കുട്ടികളോട് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടികളെ അവർ ആ യുദ്ധഭൂമിയിലൂടെ നടത്തുകയാണ്. അവരുടെ പിന്നിൽ ഇവർ പൊട്ടിത്തെറിക്കുന്നുണ്ടോ എന്ന് നോക്കി ഇസ്ലാമിസ്റ്റ് സൈനികർ. ആ പാവം കുട്ടികൾക്കറിയില്ലല്ലോ മൈനുകൾ വിതച്ച ഭൂമിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന്. കണക്കുകൾ പറയുന്നത് 33,000 കുട്ടികൾ ഇറാഖി യുദ്ധത്തിൽ മരിച്ചു എന്നാണ്. അതിലെത്ര കുട്ടികൾ മൈൻപാടത്ത് ചിതറിപ്പോയി എന്നതിനൊരു കണക്കില്ല. ഇക്കാലത്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളെയും ഇസ്ലാമിസ്റ്റ് ഖൊമേനി വംശനാശം വരുത്തിയത്. ജയിലിൽ കിടന്നവർക്കും രക്ഷയുണ്ടായിരുന്നില്ല. അതായത് ആ ശിക്ഷിക്കപ്പെട്ട് അവിടെ സ്വസ്ഥമായി കിടന്നിരുന്ന, അല്ലെങ്കിൽ കഠിന യാതന അനുഭവിച്ചിരുന്നവരും പുറത്തെടുത്ത് കൊണ്ടുവന്ന് അയാൾ കൊന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇറാഖുമായി യുദ്ധം നടക്കുകയാണ്. ശത്രുവുമായി യുദ്ധം നടക്കുന്ന കാലത്ത് ഒരൊറ്റ വിമതൻ പോലും നാട്ടിൽ ഉണ്ടാകരുത്, അതായിരുന്നു ന്യായം. പക്ഷെ എങ്ങനെയാണ് 19,000 പേരൊക്കെ ഒരുമിച്ച് കൊല്ലുക? വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കൊല്ലണം, ബുള്ളറ്റ് ചിലവാക്കാനും പറ്റില്ല. എല്ലാം ചെയ്യുന്നത് മുഴുവൻ ജനങ്ങൾ കാണുകയും വേണം, അവരുടെ മുന്നിൽ വെച്ച് വേണം ചെയ്യാൻ. കാരണം അവർ കണ്ടു ഭയപ്പെടണം, എങ്കിൽ മാത്രമേ റെജിമിനെ ഈ ജനം ഭയക്കുകയുള്ളൂ. ഇസ്ലാമിസ്റ്റ് റെജിമിനെതിരെ ഒരു മനുഷ്യൻ ശബ്ദിക്കാൻ പാടില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെയും ജയിലിൽ കിടക്കുന്നവരെയും മൊത്തം, അതായത് പിടിച്ചു കൊണ്ടുവന്ന് അവർ ജനങ്ങൾ കൂടുന്ന വലിയ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കൂട്ടി. എന്നിട്ട് 19ഓളം JCBകൾ അവിടേക്ക് എത്തിച്ചു. ഈ JCBകളിലാണ് തൂക്കാനുള്ള കുരുക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നത്. ഇരകളെ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് നിർത്തും. JCB ഓപ്പറേറ്റ് ചെയ്യുന്നവൻ ആ കുരുക്കുകൾ സൂക്ഷ്മമായി അയാളുടെ കഴുത്തിലേക്ക് ഇടും. പിന്നെ JCBയുടെ തുമ്പിക്കൈ ഉയരുകയായി. ഇത് ജയിലിലെ തൂക്ക് സിസ്റ്റമല്ല, സഡനായി കഴിയില്ല അത്.
അരമണിക്കൂർ വരെ ചിലപ്പോൾ അതിൻ്റെ ആ നുകത്തുമ്പോൾ കിടന്നിട്ട് വേണം, ആ കുളത്തുമ്പോൾ കിടന്നിട്ട് വേണം മരിക്കാൻ. കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം വംശനാശം വരുത്തുന്നതിന് വേണ്ടി 50,000 പേരെ ഖൊമേനിക്ക് കൊല്ലേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ റെജീം, ഈ ഇസ്ലാമിസ്റ്റ് റെജീം ഇങ്ങനെ സ്വന്തം ജനതയുടെ മേൽ പ്രയോഗിക്കുന്ന നിഷ്ഠൂരതകൾ 47 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത. ഇക്കഴിഞ്ഞ ജനുവരി, അതൊക്കെ പോട്ടെ, ഇത് മുമ്പാണത്, ഇക്കഴിഞ്ഞ ജനുവരിയിൽ മാത്രം 2-3 ദിവസം കൊണ്ട് 36,000 പേരെ കൊല്ലുന്നത് നേരിട്ട് കണ്ട ഒരു ജനത. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയും മരിക്കാൻ തയ്യാറാണ്. ബോംബിനെ സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. അവരുടെ തലയിലോ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലോ ആശുപത്രിയിലോ ബോംബുകൾ വന്നു വീണാൽ അവർ ചിരിച്ച് മരിക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? ഒറ്റ കണ്ടീഷൻ, ഒറ്റ ഡിമാൻഡ്, ഇതോടെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ പുളപ്പ് അവസാനിക്കണം. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇതൊരു നിവർത്തികേടിൻ്റെ മാനസികാവസ്ഥയാണ്. ഏത് ട്രോമാസ് മനഃശാസ്ത്രജ്ഞനും ഇത് വളരെ ഈസി ആയിട്ട്, ഇറാനെ പറ്റി അറിയുന്ന ഏത് ട്രോമ മനഃശാസ്ത്രജ്ഞനും ഇത് പറയാൻ കഴിയും, ഇത് മനസ്സിലാക്കാൻ കഴിയും. ഇറാനിയൻ വംശജയായ ഒരു നടി, നിർമ്മാതാവുമാണ്. അവളുടെ പേര് താര ഗ്രാമി. അവൾ ഇപ്പോൾ അവിടെയല്ല, അവിടെ എനിക്ക് ഇപ്പോൾ അവളെ കൊന്നു കളഞ്ഞേനെ. അവളുടെ ഇൻസ്റ്റാഗ്രാം റീലിൽ ഇപ്പോഴത്തെ ഇറാൻകാരുടെ മാനസികാവസ്ഥ ഇടുകയുണ്ടായി. അത് വൈറലാവുകയും ചെയ്തു. ഗ്രാമി പറയുന്നത്, ഗ്രാമിയുടെ ഇപ്പോൾ ഇറാനിൽ താമസിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ആഹ്ലാദത്തെ പറ്റിയാണ്. ടെഹറാനിൽ ബോംബുകൾ പതിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ആഹ്ലാദിക്കുകയായിരുന്നു എന്നാണ് ഈ ഗ്രാമിയോട് ആ സുഹൃത്ത് പറഞ്ഞത്. എന്താണ് ആ സുഹൃത്തിനെ ഈ ലെവലിൽ എത്തിച്ചത്? ഗ്രാമി പറയുന്നു, അറസ്റ്റ്, ജയിൽവാസം, വധശിക്ഷകൾ, മൊറാലിറ്റി പോലീസിങ്, നിരീക്ഷണങ്ങൾ, പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ ആളുകളെ കാണാതാകാവുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ഇസ്ലാമിസ്റ്റ് റിപ്പബ്ലിക്കിൻ്റെ നിരന്തരമായ ഭീഷണിക്ക് കീഴിൽ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ആ ശക്തിയെ ഭയപ്പെടാൻ നിങ്ങളുടെ തലച്ചോർ പരിശീലിക്കുന്നു. ഇതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സിനിമയിൽ ഇത്തരം സാഹചര്യങ്ങൾ വിലയിരുത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നൊരു അന്തിമ അഭിപ്രായം പറയുക, പൈപ്പ് കടിച്ചു പിടിച്ച് വരുന്ന ആളുകളാണ്. അവരിതിനെ പറയുന്നത് ത്രെട്ട് നോർമലൈസേഷൻ എന്നാണ്. ത്രെട്ട് നോർമലൈസേഷൻ, ഭീഷണിയെ നോർമലായി, വളരെ സ്വാഭാവികമായി കാണുന്ന ഒരവസ്ഥ. ഈ മാനസികാവസ്ഥയെപ്പറ്റി പഠിക്കാൻ, കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇറാൻ ഇൻ്റർനാഷണൽ എന്ന ജേണലാണ് മുൻകൈയെടുത്തത്. അതിനായി അവർ 2 സൈക്കോ തെറാപ്പിസ്റ്റുകളെ കണ്ടു. ഈ തെറാപ്പിസ്റ്റുകളെ അവർ കാണാൻ കാരണം, അവർ പോലീസ് മർദ്ദനം മൂലം മാനസിക ചിത്തഭ്രമം ബാധിച്ചവരെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു ഈ 2 മനഃശാസ്ത്രജ്ഞർ. അപ്പോൾ അതിൽ ഒരു മനഃശാസ്ത്രജ്ഞ ഒരു NGO നടത്തുന്നുണ്ട്. അതിൻ്റെ പേര് ഇറാൻ ഹൗസ് എന്നാണ്. ആ സൈക്കോ തെറാപ്പിസ്റ്റ് പറയുന്നത്, നിങ്ങൾക്ക് ഇറാനികളുടെ ഈ വിചിത്രമായ പ്രതികരണം മനസ്സിലാക്കണമെങ്കിൽ അവർ അനുഭവിച്ച് തീർത്ത കഷ്ടപ്പാടുകളുടെ ആഴത്തെപ്പറ്റി ഒരല്പം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. ലോകം മുഴുവൻ ഭയപ്പെടുന്ന ബോംബുകളെ ഒരു ജനത ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണ് അവർ പറയുന്നത്. കേൾക്കുമ്പോൾ സങ്കടകരമായി തോന്നാമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ബോംബ് ഒരുതരം മോചനമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 47 വർഷമായി അടിച്ചമർത്തലുകൾക്ക് കീഴിലാണ് അവർ ജീവിക്കുന്നത്. ആരിൽ നിന്നും ഒരു സഹായവുമില്ല. അവരിന്ന് ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഒപ്പം പുതിയൊരു പ്രതീക്ഷയുടെയും പിടിയിലാണ്. പല ഇറാനികളും സാമൂഹിക വിഷാദത്തിന്, കളക്റ്റീവ് ഡിപ്രഷന് അടിമപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സ്വന്തം വീടുകൾ ബോംബിന് ഇരയാകുമ്പോഴും പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോഴും അവിടെ പ്രതീക്ഷയുടെ ഒരു അംശം ബാക്കി വരികയാണ്. കാരണം തങ്ങളുടെ വേദന അന്താരാഷ്ട്ര തലത്തിൽ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ആരോ അതിൽ ഇടപെടുന്നുണ്ടെന്നും അവർ കരുതുന്നു. മറ്റൊരു രണ്ടാമത്തെ ട്രോമ കൗൺസിലർ ഫർനാസ് ഫറോക്കി ഹോംസ്, അവർ ഇറാൻകാരുടെ മാനസികാവസ്ഥയെ വിവരിക്കാൻ വേണ്ടി മറ്റൊരു പദമാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ടൈമാണ് ഉപയോഗിക്കുന്നത്, കോംപ്ലക്സ് ട്രോമ. ദീർഘകാലം ആക്രമങ്ങൾക്കും ഭയങ്ങൾക്കും ഇരയാകുന്നതിലൂടെ വരുന്ന ഒരു മാനസികാവസ്ഥ. ഈ മാനസിക ആഘാതം ആവർത്തിച്ച് ഉണ്ടാകുമ്പോൾ അവരുടെ തലച്ചോർ ചുറ്റുമുള്ള ഭീഷണികളെ സ്വാഭാവികമായി നോർമലായി അവർ കാണാൻ തുടങ്ങുന്നു എന്നാണ് അവർ വിശദീകരിക്കുന്നത്.
ബോംബുകളെ ഇപ്പോൾ ഒരു പ്രാഥമിക ഭീഷണിയായി ഇറാനികൾ കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവരുടെ ഭീഷണി IRGC ആണ്, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അവരാണ് അവരുടെ വില്ലൻ. അതിൻ്റെ പണി കഴിയുന്നുണ്ടോ എന്ന് മാത്രമാണ് അവരിപ്പോൾ വീക്ഷിക്കുന്നത് എന്ന് പറയുന്നു. കാണുന്നവർക്ക് തോന്നും അവർ സത്യത്തിൽ സന്തോഷിക്കുകയാണ് എന്ന്. സത്യത്തിൽ അവർ സന്തോഷിക്കുകയേ അല്ല എന്നാണ് ഈ തെറാപ്പിസ്റ്റുകൾ പറയുന്നത്. മറിച്ച് മോചനത്തിനുള്ളൊരു സാധ്യത തെളിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സിഗ്നൽ അവർക്ക് കിട്ടിയതിൻ്റെ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുകയാണ്. ഇതിനിടെ കേരളത്തിലെ വ്യാജ ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും ഇറാൻ ജനതയെ രാജ്യദ്രോഹികൾ എന്നൊക്കെ വിശേഷിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. രാജ്യദ്രോഹികൾ. സംഭവം ഇതാണ്. ഇറാനിയൻ ദേശീയ വനിതാ ഫുട്ബോൾ ടീം ആസ്ട്രേലിയയിലേക്ക് മത്സരത്തിന് പോയി. ദക്ഷിണ കൊറിയയ്ക്ക് എതിരായിട്ടായിരുന്നു അവരുടെ ആദ്യത്തെ മത്സരം. അപ്പോൾ സാധാരണ ദേശീയ ഗാനം പാടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ ചെയ്തില്ല. അവർ നിശബ്ദമായി നിന്നു. പൊടുന്നനെ ഈ സംഭവം വൈറലായി. സോഷ്യൽ മീഡിയയിൽ അതിവേഗം ഈ സാധനം പ്രചരിച്ചു. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണല്ലോ ഇന്ന് നടന്നു ഇപ്പോഴത്തെ സമയം. അപ്പോൾ ഇറാനിലെ ഇസ്ലാമിസ്റ്റുകൾ ഇത് കണ്ട് ഇവർ നാട്ടിലേക്ക് തിരിച്ചു വരാനായി JCBയും വെച്ച് കാത്തിരുന്നു. പക്ഷേ ഇവർ തിരിച്ചു പോയില്ല. അവർക്കറിയാമല്ലോ അവിടെ ചെന്നാൽ JCB വെച്ച് കെട്ടി തൂങ്ങുമെന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് അവർ ആസ്ട്രേലിയൻ സർക്കാരിനോട് അഭയം ചോദിച്ചു. അപ്പോൾ നമ്മുടെ ട്രംപ് അണ്ണൻ ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഹ്യൂമനിറ്റേറിയൻ വിസ പൊടുന്നനെ കൊടുക്കണം. അങ്ങനെ ഫാത്തിമ പസന്തീദ, സഹറ ഖൻഭാരി, സഹറെ സർഭാലി, ആദിത റമദാനി സാദെ, മോന മഹമൂദി എന്നീ താരങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഇപ്പം മാറ്റി കഴിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് നോക്കണേ. അതായത് പണ്ടൊക്കെ ഇടതു മനസ്സുള്ള ആളുകൾ പോരാടുന്ന ജനതയ്ക്കൊപ്പമാണ് നിൽക്കുക. BJPയെ പോലുള്ള വലതുപക്ഷ മനസ്സുള്ളവരാണ് പോരാടുന്നവരെ രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കുക. എന്നാൽ ഇസ്ലാം പ്രതിസ്ഥാനത്ത് വരുമ്പോൾ രണ്ടു പേരുടെ പൊസിഷനും പരസ്പരം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാമിൻ്റെ പൗരോഹിത്യത്തിനൊപ്പം ഇടതുപക്ഷം നിൽക്കും. ഒരിക്കലും ഇസ്ലാമിലെ സാധാരണക്കാർക്കൊപ്പമല്ല അവർ നിൽക്കുക. ഏകാധിപതിക്കും മുല്ലമാർക്കും ഖൊമേനിമാർക്കും ഒപ്പം നിൽക്കും. BJPയോ അവർ ഇസ്ലാമിനെതിരെ നിൽക്കും. അവർ ആരെ ഒപ്പം നിൽക്കുന്നത്? അവർ ആർക്കെതിരെ നിൽക്കുന്നത്? ഇറാനിൽ ഖൊമേനിക്കെതിരെ, അതായത് ഏകാധിപതിക്കെതിരെ ജനങ്ങളുടെ ഒപ്പം. ഗാസയിൽ അവിടുത്തെ മൊത്തം ജനതയ്ക്കെതിരെയാണ് അവർ നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുക? ഇന്ത്യയിൽ BJPയുടെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രതികരണങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് ആഗോള ഇസ്ലാമിസ്റ്റ് ഭീകരവാദം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതല്ലാതെ വേറൊന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനില്ല. സുഹൃത്തുക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഈ അമേരിക്ക ഇറാൻ തമ്മിലുള്ള ശത്രുതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.